ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ്. ഇന്നത്തെ റെസിപ്പി ചെറുപയറുപരിപ്പ് പ്രഥമനാണ്. അപ്പോൾ അത് വീട്ടിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇപ്പം പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയറുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പരിപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോയത് കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റോളം ഞാൻ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു ലൈറ്റ് ചുവപ്പ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാനുണ്ട്. കഴുകി ഊറ്റി വെച്ച ചെറുപയറുപരിപ്പ് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 2ാം പാലിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു മുഴുവൻ തേങ്ങയുടെ പാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2ാം പാലിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ഗ്ലാസ് പാലുണ്ട്. ഇത് കുക്കറിൽ വേണം, കുക്കറിലും വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉരുളിയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ചെറുപയറുപരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 2ാം പാലിൽ നിന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് ഒരിത്തിരി ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തത്. ഇതുപോലെ മേലെ ഇങ്ങനെ ഉണ്ടാവുമൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള 2ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ പാത്രത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാനിപ്പോൾ. ഇനി നമ്മൾ ഈ ഉരുളിയിലാണ് ഇനി പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടുന്ന് കുറച്ച് പരിപ്പ് മാറ്റി വയ്ക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലിലൊന്ന് അരച്ചെടുക്കാം. 3 ഏലക്കയുടെ കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ഈ 2ാം പാൽ മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം. പായസത്തിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായ ശർക്കര ഞാൻ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 ആണി ശർക്കര ഉരുക്കി വെച്ചതാണ്. മധുരം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ പായസം ഞാനിതാ അടുപ്പിൽ വെച്ചു. ഇനി ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ചേർന്ന് പിടിച്ച് വരണം. കുറച്ചുകൂടി വേവാനുണ്ടെങ്കിൽ വേവിച്ചെടുക്കുക. ഈ സമയം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പായസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. നേരത്തെ അരിച്ചു മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് കുറുകിക്കോട്ടെ. ഞാൻ ഇതിലേക്ക് ഒരു 3 അച്ച് ശർക്കര കൂടി ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് ഒഴിച്ചു കൊടുക്കാം. മധുരം കുറച്ച് നിന്നോട്ടെ. ഇളക്കി കൊടുക്കാം. ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക, വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ചുക്കുപൊടി, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഞാനിതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1ാം പാലാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളുടെ ചെറുപയറുപരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ പായസം തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു.